എറണാകുളം വൈപ്പിൻ ഓച്ചന്തുരുത്ത് നിത്യസഹായ മാതാ ദേവാലയത്തിലെ കഴിഞ്ഞ ജപമാല മാസത്തിൻ്റെ അവസാന ദിവസം ഓരോ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ മാതാവിൻ്റെ ഫോട്ടോയും ആ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ ചുറ്റിനും മാതാവിൻ്റെ ഒട്ടനവധി ചിത്രങ്ങൾ ഒരുക്കിയിരുന്നു. ആ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നടന്ന മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചുമൊക്കെ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. കൂടാതെ പല പല രാജ്യങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള കുറേ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ, നമ്മൾക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഒട്ടനവധി മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കൂടാതെ അവിടെ തിരുനാൾ ആഘോഷിക്കുന്ന തീയതികളെക്കുറിച്ചുമൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മാതാവിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. മാതാവിന് ചാർത്തപ്പെട്ട ചില വിശുദ്ധ നാമങ്ങളൊക്കെ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. പീഡാസഹനങ്ങളുടെ മാതാവ് എന്നാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം അറിയപ്പെടുന്നത്. മിഖായേൽ മാലാഖയും ഗബ്രിയേൽ മാലാഖയും പീഡാസഹനങ്ങളുടെ ആയുധങ്ങൾ ഉണ്ണീശോയെ കാണിക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്ന ഉണ്ണീശോയെ പരിശുദ്ധ കന്യാമറിയം മാറോടണച്ച് ആർദ്രതയോടെ നമ്മളെ നോക്കുന്ന ഒരു ചിത്രമാണിത്. മഞ്ഞുമാതാവ് AD 1507 ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറ്റു മതസ്ഥരെയൊക്കെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ക്ഷേത്രങ്ങളും പള്ളികളും തകർക്കുകയും ചെയ്തിരിക്കുന്ന അവസരത്തിൽ പള്ളിപ്പുറം പള്ളിയിൽ വിശ്വാസികൾ അഭയം പ്രാപിക്കുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വൈപ്പിൻ്റെ ദ്വീപിലെ ചില ഭാഗങ്ങൾ കനത്ത മൂടൽമഞ്ഞ് വീഴുകയും ടിപ്പുവിൻ്റെ സൈന്യം അറബിക്കടലാണ് തെറ്റിദ്ധരിച്ച് ആക്രമിക്കാതെ തിരിച്ചു പോവുകയും ചെയ്തു. അന്നു മുതൽ ഈ പ്രദേശത്തുള്ളവർ മാതാവിനെ മഞ്ഞുമാതാവ് എന്ന് വിളിച്ചുപോയി. കർമ്മല മാതാവ് കർമ്മലീത്ത സഭയുടെ സംരക്ഷക എന്ന നിലയിൽ വാഴ്ത്തപ്പെട്ട കന്യാമറിയത്തിന് നൽകിയ വിശേഷ നാമമാണ് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ അഥവാ കർമ്മല മാതാവ്. അക്കിത്തയിലെ പരിശുദ്ധാത്മ 1973 ജൂലൈ 6-ാം തീയതി ജപ്പാനിലെ അക്കിത്തയിൽ സിസ്റ്റർ ആഗ്നസ് സസാഗാവയ്ക്ക് മാതാവിൻ്റെ ദർശനം ലഭിച്ചു. സിസ്റ്റർ ആഗ്നസ് രോഗശൈലിയിലായിരിക്കുമ്പോൾ 1973 ജനുവരി മാസത്തിൽ സിസ്റ്ററിൻ്റെ കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയും അതേ വർഷത്തിൽ തന്നെ ജൂൺ മാസം 29-ാം തീയതി സക്രാരിയിലെ ദിവ്യപ്രകാശം 5 പ്രാവശ്യം ദർശിക്കുകയും ഈ സമയം സിസ്റ്ററിൻ്റെ ഇടത് കൈവിളയിൽ കുരിശടയാളത്തിലുള്ള ഒരു മുറിവ് കാണപ്പെടുകയും അതിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ജൂലൈ 6-ാം തീയതി മാലാഖമാർ സിസ്റ്റർ ആഗ്നസിനെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം ദേവാലയത്തിലെ മാതാവിൻ്റെ രൂപം അതിയായി പ്രകാശിക്കുകയും ജീവനുള്ളതായി തീരുകയും ചെയ്തു. ആ ദർശനത്തിന് ശേഷം സിസ്റ്ററിന് തൻ്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടുകയും അന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ വലത് കൈയിൽ സിസ്റ്ററിന് ഉള്ളതുപോലെ ഒരു മുറിവ് കാണപ്പെട്ടു. ഇത് പാപികളുടെ മാനസാന്തരത്തിനും പശ്ചാത്താപത്തിനും വേണ്ടിയുള്ള ഒരു അടയാളമാണ്. ഒരേപോലുള്ള ഈ മുറിവ് വ്യാഴാഴ്ച പ്രത്യക്ഷപ്പെട്ട് വെള്ളിയാഴ്ച രക്തം കിനിയുകയും ഞായറാഴ്ച സുഖപ്പെടുകയും ചെയ്യും. സെപ്റ്റംബർ മാസത്തിൽ മാതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരികയും രൂപം രക്തം വിയർക്കുകയും ചെയ്തു. എല്ലാവർക്കും സുഗന്ധം അനുഭവപ്പെടുകയും ചെയ്തു. 101 തവണ ഈ അത്ഭുത പ്രവർത്തികൾ ആവർത്തിച്ചു. ആ കണ്ണുനീരും വിയർപ്പും രക്തത്തുള്ളികളും മനുഷ്യൻ്റെതാണെന്ന് തെളിയിക്കപ്പെട്ടു. ലേഡി ഓഫ് ഓൾ നേഷൻസ് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലെ ഐഡ പിർഡമാന് 1945 മുതൽ 1959 വരെ കന്യാമറിയത്തിൻ്റെ 56 ദർശനങ്ങൾ ലഭിച്ചതായി അവകാശപ്പെടുന്നു. 1571 ലെപ്പാൻഡോയിൽ തുർക്കി സാമ്രാജ്യത്തിനെതിരെ ക്രിസ്തീയ വിശ്വാസികൾ നടത്തിയ കടൽ യുദ്ധമാണ് ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അടിസ്ഥാനം. അന്ന് പയസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വിജയം നേടാൻ അവർക്ക് നേതൃത്വം നൽകിയത്. അതിനുശേഷം വന്ന മാർപ്പാപ്പമാർ ജപമാലയുടെ ശക്തി മനസ്സിലാക്കി ജനതയെ ജപമാല ഭക്തിയിൽ വളരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ മറിയം ദർശനം നൽകുകയും റോസാപ്പൂക്കൾ കൊണ്ട് ഒരു മാല നൽകുകയും ചെയ്തു. ഘട്ടം ഘട്ടമായി ജപമാല ഇന്നത്തെ രൂപം പ്രാപിക്കുകയും ചെയ്തു. മഡ്ജുഗോറി മാതാവ് യുഗോസ്ലോവിയയിലെ ഒരു ഇടവകയാണ് മഡ്ജുഗോറി. 1981 ജൂൺ 24 മുതൽ പരിശുദ്ധമ്മ മഡ്ജുഗോറിയിലെ കുന്നിൻ ചെരുവുകളിൽ ആട് മേയിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ 6 കുട്ടികൾക്ക് ദർശനം നൽകിക്കൊണ്ടിരുന്നു. ജൂൺ 24 ആദ്യ ദർശനം പരിശുദ്ധമ്മ ഉണ്ണീശോയെ കയ്യിൽ വഹിച്ചുകൊണ്ടായിരുന്നു. ഭയചകിതരായ കുട്ടികൾ ദർശനം കണ്ട് ഭയപ്പെട്ട് വീട്ടിലേക്ക് ഓടി. 25-ന് പരിശുദ്ധമ്മ വീണ്ടും ചാരനിറമുള്ള ഉടുപ്പും നീണ്ട മേലങ്കിയും തലമുണ്ടും ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു. ജപമാല കൈകളിൽ തൂങ്ങിക്കിടന്നിരുന്നു. അതിസുന്ദരിയായ ആ സ്ത്രീ ആരാണെന്ന കുട്ടികളുടെ ചോദ്യത്തിന് ദൈവമാതാവ് സമാധാന രാജ്ഞി എന്ന് അവൾ സ്വയം വെളിപ്പെടുത്തി. അന്നു മുതൽ മഡ്ജുഗോറി നിവാസികൾ സമാധാന രാജ്ഞിയുടെ നാമത്തിൽ അനുഷ്ഠിച്ചു വരുന്ന പ്രത്യേക പ്രാർത്ഥനയാണ് സമാധാന കൊന്ത. ലൂർദ് മാതാവ് ഫ്രാൻസിലെ ലൂർദിൽ 1858 ഫെബ്രുവരി 11-ന് വിറക് ശേഖരിക്കാൻ പോയ ബെർണാക്കും അവളുടെ സഹോദരിക്കും സുഹൃത്തിനും മാതാവിൻ്റെ ദർശനം ആദ്യമായിട്ടുണ്ടായത്. തുടർന്ന് 11 പ്രാവശ്യം ദർശനം ഉണ്ടായതായി രേഖപ്പെടുത്തുന്നു. റോസാമിസ്റ്റിക്ക മാതാവ് ഇറ്റലിയിലെ മോണ്ടിച്ചിയാരി ഫോണ്ടിനെല്ലി എന്ന സ്ഥലത്ത് 1947 മുതൽ 1976 വരെ പ്രിയറി ഗില്ലി എന്ന നേഴ്സിന് റോസാമിസ്റ്റിക്ക എന്ന പേരിൽ ദർശനം നൽകുകയുണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ രൂപത്തിൽ നിന്നും കണ്ണുനീരും രക്തക്കണ്ണീരും ഒഴുകുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു. റോസാമിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി അത്ഭുതങ്ങളും രോഗശാന്തിയും മാനസാന്തരങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ജൂലൈ 13-ാം തീയതി ആചരിക്കുന്നു. ലാസലെറ്റ് മാതാവ് 1846 സെപ്റ്റംബർ 19-ന് ഫ്രാൻസിലെ സോവുസ് മലയിൽ മസ്മിൻ, ഗിറവൂത്ത്, മെലാനി, കാൽവെറ്റ് എന്നീ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിലെ ജനങ്ങൾ പശ്ചാത്താപത്തിലേക്ക് കടന്നു വരണമെന്നും അല്ലെങ്കിൽ വലിയ ശിക്ഷ ലോകത്തിൻ്റെ മേലുണ്ടാകുമെന്നും മാതാവ് അരുളി ചെയ്തു. 1851 സെപ്റ്റംബർ 19-ന് ഫ്രാൻസിലെ ബിഷപ്പ് ലാസ്ലെറ്റ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനും ഭക്തി പ്രകടിപ്പിക്കുന്നതിനുമായുള്ള ഔദ്യോഗികമായ അംഗീകാരം ജനങ്ങൾക്ക് നൽകി. അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ്
1830 വിശുദ്ധ കാതറിൻ ലാബുറയ്ക്ക് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഒരു അത്ഭുത കാശിരൂപത്തിന്റെ ദർശനം നൽകുകയുണ്ടായി. പ്രസ്തുത കാശിരൂപത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങയോട്ടുള്ള അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഡിസംബർ 8 എല്ലാ വർഷവും അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നു. ലൂജൻ മാതാവ്. അർജന്റീന, പരാഗ്വേ, ഉറുഗ്വേ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥയാണ് ലൂജൻ മാതാവ്. അർജന്റീനയുടെ ദേശീയ പതാകയുടെ നിറങ്ങളായ വെള്ള നിറത്തിലുള്ള കുപ്പായവും നീല നിറത്തിലുള്ള മേലങ്കിയുമാണ് മാതാവിനെ അണിയിച്ചിരിക്കുന്നത്. രൂപത്തിൽ ശുദ്ധ സ്വർണ്ണത്തിൽ നിർമ്മിച്ച കിരീടവുമുണ്ട്. പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണിത്. പ്രധാന തിരുനാൾ ദിനങ്ങളായി മെയ് 8 ഡിസംബർ 8 ആചരിച്ചു വരുന്നു. ബോണോയിലെ അമ്മ. 1933 ജനുവരി 16 ബെൽജിയത്തിലെ ബേനോ എന്ന നഗരത്തിൽ പരിശുദ്ധമ്മ മാരിയറ്റ് എന്ന കുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടു. വെളുത്ത ഉടുപ്പും അരയിൽ നീല ബെൽറ്റുമായിരുന്നു അമ്മയുടെ വേഷം. ബോണോയിലെ അമ്മ പാവങ്ങളുടെ കന്യ എന്നും അറിയപ്പെടുന്നു. ഫാത്തിമ മാതാവ്. 1917 പോർച്ചുഗലിലെ ഫാത്തിമയിലെ കൊവാഡ ഇരിയ എന്ന പ്രദേശത്ത് ലൂസിയഡോ സാന്റോസ്, ഫ്രാൻസിസ്കോ, ജസീന്ത മാർട്ടോ എന്നീ 3 കുട്ടികൾക്കുണ്ടായ മറിയത്തിന്റെ പ്രത്യക്ഷപ്പെടൽ അടിസ്ഥാനമാക്കിയാണ് ഈ നാമനിർദ്ദേശം നടന്നത്. അവർ ലേഡി ഓഫ് ആന്റിപ്പോളോ. ഫിലിപ്പിനോ കത്തോലിക്ക സമൂഹത്തിന്റെ സമ്മാനമാണ് ഈ പ്രതിമ. കൊത്തിയെടുത്ത തടി, തുണിത്തരങ്ങൾ, ലോഹം എന്നിവ കൊണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഈ പ്രതിമ ഒരു തടിയുടെ അടിത്തട്ടിൽ കൊത്തുപണികളോടെ നിൽക്കുന്നു. സമാധാനത്തിന്റെയും നല്ല യാത്രയുടെയും മാതാവ്. അമലോത്ഭവം. 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവത്തെ വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യത്തിലും വേദപുസ്തകത്തിലും ഈ പ്രഖ്യാപനത്തിന് ഉപോദ്ഭവമായ തെളിവുകളുണ്ടെന്ന് മാർപ്പാപ്പ വിശദീകരിച്ചു. അവർ ലേഡി ഓഫ് അൽഗ്രേഷ്യ. 1502 റോമൻ കാത്തോലിക്ക സഭ ഹിസ്പാനിയോളയ്ക്ക് ഈ കന്യകയെ പരിചയപ്പെടുത്തി. ഡൊമിനിക്കൻ ജനതയുടെ സംരക്ഷക, ആത്മീയമായ അമ്മ എന്ന പദവിയാൽ അൽഗ്രേഷ്യയിലെ ഈ കന്യക ബഹുമാനിക്കപ്പെടുന്നു. 1962 ജനുവരി 21 ഈ അമ്മയുടെ തിരുനാൾ ദിനമായി ബിഷപ്പ് സ്ഥാപിച്ചു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന് പുറമെ ന്യൂയോർക്ക് സിറ്റിയിലും ഈ തിരുനാളിന് പ്രാധാന്യം അർഹിച്ചു വരുന്നു. അവർ ലേഡി ഓഫ് ടീയേഴ്സ്. നിന്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുമെന്നാണല്ലോ ദൈവവചനം. അപ്പോൾ പിന്നെ ലോകത്തിനു വേണ്ടി രക്തക്കണ്ണീർ പൊഴിച്ച മാതാവിന്റെ കണ്ണുനീരിന് എല്ലാ പാപഫലങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കഴിയും. സ്തൂപമാതാവ്. ഹിസ്പാനിയയിൽ എബ്രോ നദിക്കരയിൽ യാക്കോബ് സ്ലീഹായ്ക്ക് കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടുവെന്ന അവകാശവാദത്തെ തുടർന്ന് കന്യാമറിയത്തിന് നൽകിയ പേരാണ് അവർ ലേഡി ഓഫ് ദ പില്ലർ. സ്തൂപമാതാവ്. സ്പെയിനിലെ സരഗോനസായിലുള്ള ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ പില്ലർ പള്ളിയിൽ മാതാവിന്റെ ഇത്തരമൊരു രൂപമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മംഗളവാർത്ത. വടക്കൻ ഇസ്രായേലിലെ നസ്രത്ത് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബസിലിക്ക ഓഫ് ദ അനൻസിയേഷൻ എന്നറിയപ്പെടുന്ന ദേവാലയത്തിലെ മാതാവിന്റെ മംഗളവാർത്തയുടെ തിരുസ്വരൂപം. കാവലിന്റെ മാതാവ്. ഫ്രാൻസിലെ മാർസലെ എന്ന സ്ഥലത്താണ് ഈ മാതാവിന്റെ പ്രതിമ. മുങ്ങിത്താഴം തുടങ്ങിയ ഒരു മത്സ്യത്തൊഴിലാളി വിളിച്ചപേക്ഷിച്ചപ്പോൾ തുറമുഖത്തിനടുത്തുള്ള മലമുകളിൽ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയും കാറ്റും മഴയും ശമിക്കുകയും ആ മനുഷ്യൻ കരയിലെത്തുകയും ചെയ്തു. ഇത് കേട്ടറിഞ്ഞ നിരവധി ജലയാത്രികരും മത്സ്യത്തൊഴിലാളികളും അവരുടെ അപകടഘട്ടങ്ങളിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും മാതാവ് അവരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 1832 ഇവിടെ കോളറ പടർന്നു പിടിച്ചപ്പോൾ ജനങ്ങൾ ഈ അമ്മയോട് പ്രാർത്ഥിക്കുകയും മാതാവിന്റെ പ്രതിമ കയ്യിലേന്തി നഗരത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. മാതാവിന്റെ അത്ഭുത ശക്തിയാൽ ജനങ്ങൾ രോഗമുക്തരായി. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ മാതാവ് ആ നാടിന്റെ കാവൽ മാതാവായി മാറി. ധാരാളം ആളുകൾ ഈ മാതാവിനെ കണ്ടു വണങ്ങുവാനായി ഇവിടെ എത്തുന്നുണ്ട്. മാർച്ച് മാസം 4 ഈ അമ്മയുടെ ഫീസ്റ്റായി ആഘോഷിക്കുന്നത്. പോംപിയയിലെ ജപമാല രാജ്ഞി. വിശുദ്ധ ഡൊമിനിക്, സിനിയയിലെ വിശുദ്ധ കാതറിൻ എന്നിവർക്ക് ജപമാല സമ്മാനിക്കുന്ന ഈ ചിത്രം 1873 പോംപിയയിലെ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ഈ മാതാവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അന്ന് മുതൽ ഇന്ന് വരെ അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചു വരുന്നു. കുരുക്കഴിക്കണ മാതാവ്. വോൾഫാങ് ലംഗമെന്റൽ ഭാര്യ സോഫിയ റെൻസുമായുള്ള വിവാഹബന്ധം തകർച്ചയുടെ വക്കിലായപ്പോൾ അദ്ദേഹം ഈശോസഭാ വൈദികനായ ജേക്കബ് റമ്മിന്റെ സഹായം തേടി. ഇതര ബന്ധങ്ങളെല്ലാം ഒഴിച്ച് ദാമ്പത്യബന്ധം ഉറപ്പിക്കുന്നതിനായി റം മാതാവിനോട് പ്രാർത്ഥിച്ചതോടെ ദമ്പതിമാർക്കിടയിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ട് വേർപിരിവിൽ ഒഴിവായി. ഈ സംഭവത്തിന്റെ അനുസ്മരണമായി വരപ്പിച്ചതാണ് ഈ ചിത്രം. വല്ലാർപാടത്തമ്മ. വല്ലാർപാടത്തെ പ്രശസ്തയായ പള്ളിവീട്ടിൽ കുടുംബാംഗങ്ങളായ മീനാക്ഷിയമ്മയും കുഞ്ഞും മട്ടാഞ്ചേരി കുടുംബക്ഷേത്ര ദർശനത്തിന് കായലിലൂടെ പോകവേ വെള്ളം മുങ്ങി അപകടത്തിൽപ്പെട്ടു. ആ സമയത്ത് മീനാക്ഷിയമ്മ വല്ലാർപാടത്തമ്മയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ പ്രതിനന്ദിയായി മാതാവിന്റെ സന്നിധിയിൽ മരണം വരെ അടിമകളായി കഴിഞ്ഞുകൂടിയതാണ് ഇവിടുത്തെ അടിമസമർപ്പണത്തിന്റെ ചരിത്രം. വേളാങ്കണ്ണി മാതാവ്. വേളാങ്കണ്ണി മാതാവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 16-17 നൂറ്റാണ്ടുകളിലുണ്ടായ പ്രധാനപ്പെട്ട 3 അത്ഭുതങ്ങളിലൂടെയാണ്. 16-ാം നൂറ്റാണ്ടിൽ ഹൈന്ദവനായ പാൽവിൽപ്പനക്കാരൻ ബാലന് പ്രത്യക്ഷപ്പെട്ടതും 16-ാം നൂറ്റാണ്ടിൽ ഹൈന്ദവനും മോരുവിൽപ്പനക്കാരനായ ഉടന്തനായ ബാലൻ പ്രത്യക്ഷപ്പെട്ടതും 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് നാവികർ കപ്പലിൽ യാത്ര ചെയ്യവേ ഉണ്ടായ അത്ഭുതവും. ഇതിനുശേഷം ഈ ദേവാലയം ആരോഗ്യമാതാവിന്റെ ദേവാലയം എന്നറിയപ്പെടുന്നു. അവർ ലേഡി ഓഫ് ഗാഡോലുപ്പ. ജുവാൻ ഡിഗോയ്ക്ക് 1531 ഡിസംബർ 9 കന്യാമറിയം പ്രത്യക്ഷപ്പെടുകയും ഒരു ദേവാലയം നിർമ്മിക്കുവാനും ഗ്വാഡാലുപ്പ എന്ന പേരിൽ അറിയപ്പെടാനും ആവശ്യപ്പെടുകയും ചെയ്തു. കൊരട്ടിമുത്തി. കൊരട്ടിമുത്തിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ്. കൊരട്ടിമുത്തിക്ക് പൂവൻകുല മാതാവ് എന്നുകൂടി പേരുണ്ട്. 1381 ഈ പള്ളി സ്ഥാപിതമായത്. മേലൂരിലെ ഒരു കർഷകൻ പള്ളിയിലെ മുത്തിക്ക് നേർച്ചയായി കൊണ്ടുവന്ന കായക്കുല ജന്മി തട്ടിയെടുത്തെന്നും തുടർന്ന് ജന്മിക്കുണ്ടായ അസുഖം മാറാൻ മുത്തിക്ക് നേർച്ച നൽകിയെന്നുമാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. വാക്കിന്റെ മാതാവ്. 1981 നവംബറിൽ 6 പെൺകുട്ടികൾക്കും 1 ആൺകുട്ടിക്കും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും യേശുവിന്റെയും കണ്ടതായി അവകാശപ്പെട്ടതോടെയാണ് ദൃശ്യങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ആദ്യത്തെ 3 പേരുടെ, അതായത് 17 വയസ്സുള്ള അൽഫോൺസിൻ, 20 വയസ്സുള്ള നതാലി, 21 വയസ്സുള്ള മേരി ക്ലയർ എന്നിവരുടെ ദർശനങ്ങൾക്ക് മാത്രമേ ബിഷപ്പ് മിസാഗോയുടെ പൂർണ്ണമായ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ.
കന്യക അവർക്ക് നൈനവ ജാംബോ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. അതായത് വാക്കിന്റെ മാതാവ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോക്കാലിപ്സ് കന്യാമറിയം സൂര്യനെ അടയാക്കി തലയിൽ 12 നക്ഷത്രങ്ങളുടെ കിരീടവും അണിഞ്ഞ് കാൽ കീഴിൽ ചന്ദ്രനും. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ കന്യാമറിയം. വത്തിക്കാനിൽ വെച്ച് അറസ്റ്റിലായ പിയൂസ് 6 മാർപ്പാപ്പയാണ് മെയ് 24 ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെ തിരുനാൾ ആരംഭിച്ചത്. ജപമാലയിലെ ലുത്തിനിയയിൽ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ക്രിസ്ത്യാനികളുടെ സഹായം എന്ന വിശേഷണം മറിയത്തിന് ക്രൈസ്തവ ജീവിതത്തിലുള്ള പ്രാധാന്യം വിളിച്ചോതുന്നു. വ്യാകുല മാതാവ് യേശുവിന്റെ അമ്മയായ മറിയത്തെ അവളുടെ ജീവിതത്തിലെ സന്താപങ്ങളുമായി ബന്ധപ്പെടുത്തി വണങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന പേരാണ് വ്യാകുല മാതാവ്. മാതാവിന്റെ 7 വ്യാകുലങ്ങൾ ഞാൻ ചുവടെ പറയുന്നു. ഒരു വാൾ നിന്റെ ഹൃദയത്തെ ഭേദിക്കും എന്ന ശിമിയോന്റെ പ്രവചനം. ഹെറോദോസിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്കുള്ള പലായനം. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് ഈശോയെ കാണാതാവുന്നത്. ഈശോ ഗാഗുൽത്ത മലയിലേക്ക് കുരിശും വഹിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. ഗാഗുൽത്തായിലെ കുരിശിൻ ചുവട്ടിൽ മാതാവ് നിൽക്കുന്നത്. ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തുന്നത്. യേശുവിന്റെ മൃതശരീരം സംസ്കരിക്കുന്നത്. ഇതൊക്കെയാണ് മാതാവിന്റെ 7 വ്യാകുലങ്ങൾ. അവർ ലേഡി ഓഫ് കാൻഡലേറിയ. കാനറി ദ്വീപുകളിലൊന്നായ ടെനറിയ ദ്വീപിൽ കാൻഡലേറിയ നഗരത്തിലാണ് വിർജിൻ മേരിയുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. കാനറി ദ്വീപുകളുടെ രക്ഷാധികാരിയായി കാൻഡലേറിയയെ കാണുന്നു. വിർജിൻ എന്നത് സമാനമായ ഒരു നിറവും വസ്ത്രവുമുള്ള ഒരു മധ്യകാല ഗോതിക് ശില്പമായിരുന്നു യഥാർത്ഥ പ്രതിമ. 1826 സുനാമിയിൽ പ്രതിമ കടലിലേക്ക് ഒഴുകിപ്പോയി. ഇപ്പോഴത്തെ പ്രതിമ ഫെർണാണ്ടോ എസ്റ്റേവസ്റ്റിന്റെ ടെസ്റ്റ് പകർപ്പാണ്. കാൻഡലേറിയയുടെ തിരുനാൾ ഫെബ്രുവരി 2-നും ഓഗസ്റ്റ് 15-നും ആഘോഷിക്കുന്നു. കൊറോമോട്ടോയിലെ പരിശുദ്ധ മറിയം രാജകീയ സിംഹാസനത്തിൽ ഉണ്ണിയായ യേശുവിനെ മടിയിലിരുത്തിയിരിക്കുന്ന രീതിയിലുള്ള രൂപമാണിത്. വെനീസുലേക്കാരുടെ സംരക്ഷകയായി കൊറോമോട്ടോയിലെ പരിശുദ്ധ കന്യാമറിയം 1942 പ്രഖ്യാപിക്കപ്പെട്ടു. 1651 പോർച്ചുഗീസിലെ കോസ്പസിലെ കൊറോമോട്ടോ ഇന്ത്യൻ ഗോത്രത്തലവന് പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിരാകരിച്ചു. 1652 പരിശുദ്ധമ്മ വീണ്ടും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അമ്മയുടെ രേഖാചിത്രം നൽകുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗോത്രവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവർ ലേഡി ഓഫ് അപ്രസിത്ത ലോകത്തിലെ ഏറ്റവും കൂടുതൽ കത്തോലിക്കലുള്ള രാജ്യമായ ബ്രസീലിന്റെ സ്വർഗീയ മധ്യസ്ഥയാണ് അപ്രസിത്ത മാതാവ്. ഒക്ടോബർ 12-നാണ് മാതാവിന്റെ തിരുനാൾ. 1717 അസുമാർ പ്രവേശിയുടെ ഗവർണർ ഗുറട്ടിഗോട്ടയർ ഗ്രാമത്തിൽ സന്ദർശനത്തിനായി വന്നപ്പോൾ ഒരു വിരുന്നൊരുക്കാൻ ഗ്രാമവാസികൾ തീരുമാനിച്ചു. മത്സ്യം വിരുന്നിന്റെ പ്രധാന വിഭവമായിരുന്നാൽ 3 മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയി. മീൻ സമൃദ്ധമായി ലഭിക്കാത്ത കാലമായതിനാൽ അവർ അമലോത്ഭ മാതാവിനോട് പ്രാർത്ഥിച്ച് പല പ്രാവശ്യം വലയെറിഞ്ഞെങ്കിലും ഒന്നും ലഭിച്ചില്ല. നിരാശരായ അവർ ഒന്നുകൂടി പ്രാർത്ഥിച്ചെറിഞ്ഞ ശേഷം പിൻവാങ്ങാമെന്ന് തീരുമാനിച്ച് വലയെറിഞ്ഞപ്പോൾ വലയിൽ കുടുങ്ങിയത് മത്സ്യമായിരുന്നില്ല, തലയില്ലാത്ത ഒരു തടിക്കഷ്ണ പ്രതിമയായിരുന്നു. വീണ്ടും വല വീശിയപ്പോൾ വൃത്താകൃതിയിലുള്ള ഒരു തടിക്കഷ്ണ ശിരസ്സും ലഭിച്ചു. 2 ഭാഗങ്ങളും ചേർത്ത് വെച്ചപ്പോൾ പരിശുദ്ധ കന്യകമാതാവാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ അവർ തങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മറിയം എന്നർത്ഥത്തിൽ അപ്രസിദ്ധ എന്ന പേരാണ് രൂപത്തിന് നൽകി. അപ്രസിദ്ധ മാതാവിന്റെ മധ്യസ്ഥം വഴി നിരവധി രോഗശാന്തിയും അസാധാരണമായ അത്ഭുതങ്ങളും സംഭവിച്ചു. അവർ ലേഡി ഓഫ് പ്രോപ്റ്റ് സക്കർ 1851 സെപ്റ്റംബർ 21 പയസ് 9 മാർപ്പാപ്പ മരിയൻ ശീർഷകത്തോടുള്ള പൊതുഭക്തിയെ അംഗീകരിക്കുകയും ജനുവരി 8 നന്ദിയുടെ തിരുനാളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അവർ ലേഡി ഓഫ് പ്രോപ്റ്റ് സക്കറിന്റെ ദേശീയ ദേവാലയത്തിലാണ് ഈ ചിത്രം ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ജനുവരി 8 മാതാവിന്റെ തിരുനാൾ. സ്വർഗാരോപിത മാതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് 1950 നവംബർ 1 പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ മറിയം ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ തമ്പുരാന് ജന്മം നൽകാൻ തിരഞ്ഞെടുത്ത മറിയത്തെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ആദരിച്ചു എന്നാണ് വിശ്വാസം. പോളണ്ടിലെ കറുത്ത മാതാവ് വാർട്ടാ നദിയുടെ തീരത്തുള്ള ഷിസ്റ്റോച്ചോവ നഗരത്തിലെ ഒരു കുന്നിൻ മുകളിലുള്ള ദേവാലയത്തിലാണ് ഈ ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ജസ്നഗോറ അഥവാ പ്രകാശത്തിന്റെ പർവ്വം എന്നാണ് ഈ കുന്ന് അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി ഈ രൂപത്തിന് മുന്നിൽ കത്തിച്ച തിരിയുടെ കരിയും പുകയും ചേർന്നാണ് തിരുസ്വരൂപത്തിന്റെ നിറം കറുത്തുപോയതെന്ന് കരുതപ്പെടുന്നു. ഈ ചിത്രം വരച്ചത് വിശുദ്ധ ലൂക്കായാണെന്ന് പാരമ്പര്യം പറയുന്നു. സരസൻസുമായുള്ള യുദ്ധത്തിനിടയിൽ കോൺസ്റ്റാന്റിനോപ്പിൾ നിവാസികൾ പരിശുദ്ധ മറിയത്തിന്റെ ചിത്രവുമായി നഗരത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുകയും ഭയവിഹുലരായ ശത്രുസൈന്യം തിരിഞ്ഞോടുകയും ചെയ്തു. ടാർട്ടാർമാർ കൊട്ടാരം ആക്രമിച്ചപ്പോൾ ഒരമ്പ് ചിത്രത്തിലെ മറിയത്തിന്റെ തൊണ്ടയിലേറ്റു. നിരവധി അപകടങ്ങളിൽ നിന്നും പോളണ്ടിനെ രക്ഷിച്ചത് കറുത്ത മഡോണയാണെന്ന് പോളണ്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. അത്ഭുത കാശുരൂപത്തിലെ അമ്മ അനുഗ്രഹദാതാവായ മറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയം 1830 ജൂലൈ 18 നവംബർ 27 വിശുദ്ധ കാതറിൻ ലാബറയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു. ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ അവയുമായി യേശുവിന്റെ അൾത്താരയിലേക്ക് വരിക, അവ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിക്കുക, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. പരിശുദ്ധ അമ്മ അരുളി ചെയ്തതുപോലെ നിർമ്മിക്കപ്പെട്ട അത്ഭുത കാശുരൂപം അനേകം അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് നേടിക്കൊടുത്തു. അവർ ലേഡി ഓഫ് ചൈന ബോക്സർ കലാപത്തിനിടെ 1900 ഏപ്രിലിൽ 10,000 സൈനികർ ഡോഗ്ലു എന്ന ചെറിയ ഗ്രാമത്തെ ആക്രമിച്ചു. ഏകദേശം 1000-ഓളം ക്രിസ്ത്യാനികളെ പട്ടാളക്കാർ കൊല്ലാൻ ശ്രമിച്ചു. പടയാളികൾ ആക്രമിക്കുമ്പോൾ കന്യകാമറിയം വെള്ളവസ്ത്രം ധരിച്ച് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. സമാധാനത്തിന്റെ മാതാവ് റോമൻ കാത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ട കന്യാമറിയത്തിന്റെ സ്ഥാനപ്പേരാണിത്. സമാധാനത്തിന്റെ പ്രതീകങ്ങളായ ഒരു പ്രാവും ഒലിവുശീകയും പിടിച്ചിരിക്കുന്ന മാതാവ്. ജൂലൈ 9 ജനുവരി 24 തിരുനാൾ. കാരുണ്യമാതാവ് കാരുണ്യമാതാവിന്റെ പേരിൽ ഒരു സന്യാസ സഭ സ്ഥാപിതമായത് 1233 സ്പെയിനിലുള്ള ബാർസിലോണയിലാണ്. സാരസൻ അടിമത്തത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ സ്വതന്ത്രരാക്കാൻ സാധിച്ചതിന് പരിശുദ്ധ മാതാവിനോടുള്ള നന്ദി പ്രകടനമായിട്ടാണ് ഈ പുതിയ സഭയ്ക്ക് രൂപം കൊടുത്തത്.
1696 പോപ്പ് ഇന്നസെന്റ് 13 സാർവത്രിക സഭയിൽ ഈ സഭയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. അവർ ലേഡി ഓഫ് ദ അബാൻഡൻഡ്, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്കും അനാഥർക്കും പ്രായമായവർക്കും സേവനം നൽകുന്ന ഒരു കൂട്ടായ്മ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഫാദർ ഗിൽബർട്ട് ജോഫ്രെ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. അവർ ലേഡി ഓഫ് ദ അബാൻഡൻഡ് എന്ന പേരിൽ പരിശുദ്ധ മാതാവിന്റെ ഒരു കോൺഫ്രാറ്റേണിറ്റി സ്പെയിനിലെ വലൻസിയയിൽ സ്ഥാപിതമായി. അധികം താമസിയാതെ കോൺഫ്രാറ്റേണിറ്റി ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു, അതും ലോകത്തിലെ തന്നെ ആദ്യത്തേത്. സ്പെയിനിലെ രാജാവായ ഫെർണാണ്ടോ പദ്ധതി അംഗീകരിക്കുകയും കന്യാമറിയത്തിന്റെ ചിത്രം നിർമ്മിക്കാൻ അവർക്ക് അനുമതി നൽകുകയും ചെയ്തു. അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ എന്നത് 13 നൂറ്റാണ്ടിലെ ഇറ്റലിയിലെ റോമിനടുത്തുള്ള ജനാസാനോയിൽ അഗസ്തീനർ പള്ളിയിൽ കണ്ടെത്തിയ അത്ഭുതകരമെന്ന് പറയപ്പെടുന്ന ഒരു പെയിന്റിങ്ങിനെ തുടർന്ന് പരിശുദ്ധ കന്യാമറിയത്തിന് നൽകിയ സ്ഥാനപ്പേരാണ്. 40 മുതൽ 45 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ഈ ചിത്രം ഒരു മുട്ടത്തോടിനേക്കാൾ കട്ടിയുള്ള പ്ലാസ്റ്ററിന്റെ നേർത്ത പാളിയിൽ നിർമ്മിച്ച ഒരു ഫ്രെസ്കോയാണ്. ഏപ്രിൽ 26 തിരുനാളായി ആഘോഷിക്കപ്പെടുന്നു. അവർ ലേഡി ഓഫ് നോക്ക് 1879 ഓഗസ്റ്റ് 21 അയർലൻഡിലെ നോക്ക് എന്ന ഗ്രാമത്തിലെ ഇടവക ജനം ആരാധനക്കായി ദേവാലയത്തിലേക്ക് പോയി. ആ സമയത്ത് അവിടെ കോരിച്ചൊഴിയുന്ന മഴയായിരുന്നു. എന്നാൽ ദേവാലയമുറ്റത്ത് എത്തിയ അവർ അത്ഭുതപ്പെട്ടുപോയി. ദേവാലയത്തിന് മുൻപിൽ ഒരു ദിവ്യപ്രകാശം, അതിന് നടുവിൽ വെള്ളവസ്ത്രം ധരിച്ച് സ്വർണ്ണ കിരീടമണിഞ്ഞ പരിശുദ്ധ മാതാവ്. വലതുവശത്ത് വിശുദ്ധ ഔസേപ്പ് പിതാവ് ശിരസ് ആദരപൂർവ്വം ചരിച്ചു നിൽക്കുന്നു. ഇടതുവശത്ത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒരു പുസ്തകം പിടിച്ചു നിൽക്കുന്നു. പരിശുദ്ധ മാതാവ് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കൈകൾ യാചനാപൂർവ്വം നീട്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യ ദർശനം 2 മണിക്കൂർ നീണ്ടു നിൽക്കുകയും ആ സമയം ഇടവക ജനങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും കൊണ്ട് ചെയ്തു. നോക്കിലെ മാതാവിന്റെ പ്രത്യക്ഷീകരണം എന്നാണ് ഇതറിയപ്പെടുന്നത്. പിന്നീട് നോക്ക് വലിയൊരു ജപമാല തീർത്ഥാടന കേന്ദ്രമായി മാറി. അവർ ലേഡി ഓഫ് പോർച്വേ 1198 ഏപ്രിൽ 17 ടെർണോപ്പിൽ പ്രദേശത്തെ ഒരു സന്യാസി പോർച്വേ പർവ്വതത്തിൽ പ്രാർത്ഥിക്കുവാൻ കയറി. പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം ഒരു അഗ്നിസ്തംഭം അദ്ദേഹത്തിന് സമീപത്തുള്ള ചില ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പർവ്വതത്തിൽ നിൽക്കുന്ന അനുഗ്രഹീത കന്യകയെ വെളിപ്പെടുത്താൻ തീജ്വാലകൾ പിൻവാങ്ങി. അവൾ നിന്നിരുന്ന പാറയിൽ ഒരു കാൽപ്പാട് അവശേഷിച്ചു. അവിടെ നിന്നും രോഗശാന്തി ഉറവിടം ഒഴുകാൻ തുടങ്ങി. അവർ ലേഡി ഓഫ് ബ്യൂറിംഗ് സുവർണഹൃദയത്തിന്റെ കന്യക എന്നും അറിയപ്പെടുന്നു. 1932 നവംബറിനും 1933 ജനുവരിക്കും ഇടയിൽ ബെൽജിയത്തിലെ ബ്യൂറിങ്ങിൽ 9 വയസ്സിനിടയിൽ പ്രായമുള്ള 5 കുട്ടികൾ റിപ്പോർട്ട് ചെയ്ത 32 മരിയൻ ദൃശ്യങ്ങളുടെ തലക്കെട്ടാണിത്. കൂടാതെ 15 ദർശനങ്ങൾക്ക് ശേഷം വർഷങ്ങളോളം ബെൽജിയം പ്രവിശ്യയിലെ ബ്യൂറിക് എന്ന ചെറുപട്ടണത്തിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തി. നവംബർ 29 തിരുനാളായി ആഘോഷിക്കപ്പെടുന്നു. എറണാകുളം വൈപ്പിൻ ഓച്ചന്തുരുത്ത് നിത്യസഹായ മാതാ ദേവാലയത്തിൽ ചിത്രീകരിച്ച ഈ പരിശുദ്ധ മാതാവിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. മാതാവിന്റെ അനുഗ്രഹം തേടുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കുക.